കുറച്ചധികം സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് കണ്ടു നോക്കിയാലോ. നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ അവിയൽ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ചേന, കായ, പയർ, ബീൻസ്, ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ, ഇത്രയും കഷ്ണങ്ങളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉടഞ്ഞു പോവാത്ത തരത്തിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു 6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിലൊരു സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി കണ്ടു നോക്കിയാൽ അതിനായിട്ട് 2 ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു 5 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം ഇതാ ബീട്രൂട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് തേങ്ങയുടെ പച്ചമണക്ക് മാറുന്നത് വരെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങയുടെ പച്ചമണക്ക് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കൊന്നും വേണ്ട, ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ അടിപൊളി ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സദ്യ സ്പെഷ്യൽ കൂട്ടുകാരുടെ റെസിപ്പി കണ്ടാൽ അതിനായിട്ട് 1 കപ്പ് കടല തലേദിവസം കുതിർത്ത് വെച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം വെച്ചിട്ട് 5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി ചട്ടിയിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ചേനയും ചെറിയ നേന്ത്രക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കും. ഇനി ഒരു തേങ്ങയുടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോഴത്തെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് വേവിച്ചെടുത്ത് വെച്ചുള്ള നമ്മുടെ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അരച്ച തേങ്ങയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 അച്ച് ശർക്കര ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കും. കൂടെ കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇതുപോലെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇതുപോലെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ കൂട്ടുകറി റെഡി. സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ്റെ റെസിപ്പി കണ്ടാൽ അതിനായിട്ട് ഒരു കാബേജിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 10 ചെറിയുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി കാബേജിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ചതച്ച് വെച്ചുള്ള തേങ്ങയുടെ കൂട്ടും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാബേജ് ചേർത്ത് കൊടുത്തിട്ട് 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് 3 മിനിറ്റ് കഴിഞ്ഞാൽ കുറഞ്ഞ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വന്നതൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണേ. താങ്ക് യു. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പി കണ്ടാൽ അതിനായിട്ട് 1/2 കപ്പ് ചെറിയ പുള്ളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എടുത്തിട്ടുള്ള 1/2 കപ്പ് തൈരുണ്ടല്ലോ, അത് കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന
കുറുക്ക് കാളൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാൽ അതിനായിട്ടൊരു ചെറിയ നേന്ത്രക്കായും ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വെന്ത് വന്നിട്ടുള്ള കഷ്ണത്തിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. തിളപ്പിച്ചെടുത്ത നേരത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ചാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കാളനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ വീഡിയോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് കേട്ടോ. താങ്ക്